അജിത ആർക്ക് വോട്ട് ചെയ്താലും ഇന്നസെന്റിന് അജിതയെ ചെന്ന് കാണാതിരിക്കാനാവുമായിരുന്നില്ല. അതിൽ രാഷ്ട്രീയവും ഉണ്ടായിരുന്നില്ല. രാവിലെ അങ്കമാലിയുടെ സമീപ പ്രദേശമായ കരയാമ്പറമ്പിലെ അജിതയുടെ മുല്ലോത്ത് വീട്ടിൽ ഇന്നസെന്റ് എത്തിയപ്പോൾ അവരുടെ രണ്ടുപേരുടെയും അമൂല്യമായ പുഞ്ചിരികളാൽ കരയാമ്പറമ്പ് ചിരിക്കാമ്പറമ്പായി മാറുകയായിരുന്നു. ആരോഗ്യമുള്ള ചാലക്കുടി എന്ന ആശയം മുന്നിൽ കണ്ട് ഇന്നസെന്റ് മുൻകൈയെടുത്ത് ആരംഭിച്ച ശ്രദ്ധ പദ്ധതിയുടെ ഭാഗമായി അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ മാമോഗ്രാം യൂണിറ്റ് അനുവദിച്ചിരുന്നു. ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ ഉടൻ അവിടെ നടത്തിയ പരിശോധനയിലാണ് 50-കാരിയായ അജിതയ്ക്ക് ക്യാൻസറിന്റെ ആദ്യഘട്ടം സ്ഥിരീകരിച്ചത്. 2017 നവംബർ 1-നായിരുന്നു അജിതയുടെ മാമോഗ്രാം പരിശോധന. 1 മാസത്തിനുള്ളിൽ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ അജിത ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായി തന്റെ ബിൽഡിംഗ് ബിസിനസ്സിൽ സജീവമായിരിക്കുകയാണ്. പിന്നെ ഇങ്ങനത്തെ വികസനമൊക്കെ വന്ന് നമ്മളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു മാമോഗ്രാഫി കൊടുത്തുകൊണ്ട് ഞാനിന്ന് ജീവനോട് ഇരിക്കുന്നതിന് സാറിനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്. കാരണം ഈ മാമോഗ്രാഫിയെ കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു, അങ്ങനെ ഒരു സംഭവം അറിയില്ല, ഈ രോഗത്തെക്കുറിച്ചും എനിക്കറിയില്ലായിരുന്നു. പിന്നെ അങ്ങനെ അത് വന്നപ്പോൾ അവിടെ വന്ന് റൂബിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നപ്പോൾ കണ്ടതിൻ്റെ പേരിൽ അന്ന് സാറ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ 40 വയസ്സ് കഴിഞ്ഞവർ എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കണമെന്ന്. ആ അതിലൊന്ന് വെറുതെ നോക്കിയതായിരുന്നു. ഇല്ല, ഞാൻ ഒരുപാട് കൗൺസിലർമാരോട് പറഞ്ഞു. അതിനുശേഷം ഒരുപാട് കൗൺസിലർമാർ പോയി നോക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കൗൺസിലർമാർ എന്നെ വിളിക്കുന്നുണ്ട്, ഓരോരുത്തരോട് പറയണം ഇങ്ങനെയൊന്നും. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് എൻ്റെ പേര് പറഞ്ഞു, എൻ്റെ നമ്പർ കൊടുത്തു, ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഇങ്ങനെ വന്നതുപോലെ ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ. ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ എന്താണ് ഇതിന് മുൻതൂക്കം കൊടുക്കാനുള്ള കാരണം. എൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ വെറുതെ പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു നിർബന്ധിച്ചിട്ട് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല, ഇവിടെ എന്തിനാ ചെയ്യുന്നതാണ്. പക്ഷെ അവിടെ പോയി ചെയ്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവർക്ക് ക്യാൻസർ തുടക്കമുണ്ട്. അപ്പൊ നമ്മള് പറയാൻ പറ്റാവുന്നവരോട് പറയണം. അജിനി പറയാൻ പറ്റാവുന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കിയത് അവർ ബോധവാന്മാരാണ് ആ സ്ത്രീകളെ. കാരണം അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ജീവിതം മുഴുവനും ഇവിടെ ജീവിക്കാൻ പറ്റാതെ വണ്ടി കൂടെ വരും. ഇതിപ്പോ ആദ്യമേ ആയതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ഇതുകൊണ്ട് അങ്ങോട്ട് തീർന്നു. ഇനിയിപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ ഒരു പെറ്റ് സ്കാൻ എടുക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഇപ്പൊ ഇനി ഏപ്രിൽ 10-ാം തീയതി പോകുന്നുണ്ട്. അന്ന് ബാക്കി എല്ലാ ടെസ്റ്റുകളും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹോർമോൺ ടെസ്റ്റ് വരെ ഉൾപ്പെടെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വരുമ്പോ ഈ ഒരു പെറ്റ് സ്കാൻ എടുത്തോളാൻ പറഞ്ഞു ഡോക്ടർ. കഴിഞ്ഞ ആഴ്ചയില് എന്റെ വൈഫ് പോയിട്ട് ഒരു പെറ്റ് സ്കാൻ എടുത്തു. ഞാനിപ്പോ ഒരു പെറ്റ് സ്കാൻ എടുക്കണം ഈ അടുത്ത മാസം. അതും പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ തുടക്കം അത് കുറച്ചുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു കീമോ തരും. അപ്പൊ എനിക്ക് അങ്ങനെയാണ് 2 പ്രാവശ്യം ഒന്നുമില്ല. ഗംഗാധരൻ ഡോക്ടറുണ്ട്. അപ്പൊ അത് നിങ്ങളും ചെയ്യണം. അത് നമ്മളെ ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി. പ്രശസ്ത അർബുദരോഗ വിദഗ്ധൻ ഡോക്ടർ BP ഗംഗാധരന്റെ മേൽനോട്ടത്തിലാണ് അജിതയുടെ ചികിത്സ. പ്രാരംഭഘട്ടത്തിൽ തന്നെ രോഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞതിനാൽ തനിക്ക് ഒരു ആശങ്കയും ഉണ്ടായില്ല എന്ന് അജിത പറയുമ്പോഴും അവർ പുഞ്ചിരിക്കുന്നു. അജിതയുടെ ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും തനിക്ക് ഏറെ പ്രചോദനം നൽകിയെന്ന് ഇന്നസെന്റും പറയുന്നു. പണ്ട് ഞാൻ വിചാരിച്ചത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ മരിച്ചു. ഞാൻ അങ്ങനെ ആദ്യം ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊന്നും ഒന്നും അല്ല എന്ന്. ഇപ്പൊ ധൈര്യമാണ്, ഭയങ്കര ധൈര്യമാണ്. ഇപ്പൊ മരിച്ചു പോകുമെന്ന് പറഞ്ഞാലും പേടിയൊന്നുമില്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും മനസ്സിലായി ജീവിച്ചിരിക്കണം. ഒന്ന് പോയിട്ട് തിരിച്ചു വന്നു. അതുകൊണ്ട് ഇനി ഒരു പ്രശ്നമൊന്നുമില്ല അവർക്ക്. അതുകൊണ്ട് പരമാവധി ആളുകളോട് നമുക്ക് പറയാം, അവർക്കൊന്നും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പൊ നമുക്ക് പെൺകുട്ടികളായതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ 2 തലമുറയ്ക്ക് ഇതില്ല. പാരമ്പര്യമാണോ എന്ന് അന്വേഷിച്ചപ്പോൾ അതില്ല. അപ്പൊ എന്നോട് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ് 2 പേർക്കും 30 വയസ്സ് കഴിയുമ്പോൾ 2 പേരോടും വന്ന് മാമോഗ്രാഫി ടെസ്റ്റുകൾ എടുക്കണമെന്ന് പറഞ്ഞു. 30 വയസ്സ് കഴിയുമ്പോൾ മൂത്തവൾക്ക് ഇപ്പൊ 30 വയസ്സായി, മറ്റവൾക്ക് 30 വയസ്സായിട്ടില്ല. രണ്ടാമത്തവൾക്ക് പ്രഗ്നന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അവൾക്ക് നോക്കാൻ പറ്റില്ല. മൂത്തവൾക്ക് ഈ കൊല്ലത്തേക്ക് കഴിഞ്ഞിട്ട് പോയി നോക്കാനുള്ളവര് ഇരിക്കണം. പിന്നെ ഇങ്ങനെയുള്ള കാര്യത്തിൽ വേറൊരു കാര്യം ചെയ്യേണ്ടത്, ഒരു ഇൻഷുറൻസ് നമുക്കൊന്നും ഉണ്ടായില്ല. കയ്യിലെ കാശ് കൊടുത്ത് ചികിത്സിക്കേണ്ടി വന്നു. അപ്പൊ അവിടെ പോയി ഒരു ദിവസം കിടക്കും ചെയ്യാം. പെറ്റ് സ്കാൻ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുകയും ചെയ്യാം. നമ്മുടെ ഈ പറഞ്ഞ ഇൻഷുറൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. പുറത്തുള്ള ആൾക്കാർക്ക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഏത് ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക്. അപ്പൊ അതും അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ ചിലപ്പോ ഒരു വർഷത്തില് നിസ്സാര കാശേ കെട്ടേണ്ട വരുള്ളൂ. അപ്പൊ അതും ആവശ്യമാണ് നമുക്ക്.
അജിതയുടെ 2 പെൺമക്കളുടെയും വിവാഹം കഴിഞ്ഞു. ഭർത്താവ് ജയ്ഷോർ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. 5 സെന്റ് വരെ വലിപ്പമുള്ള ചെറിയ പ്ലോട്ടുകളിൽ വീടുകൾ നിർമ്മിച്ചു നൽകുന്ന രംഗത്താണ് ക്യാൻസറിനെ ധീരതയോടെ എതിരിട്ട് തോൽപ്പിച്ച ഈ സംരംഭകയുടെ പ്രവർത്തനം.